ഇന്ന് ഫുള്ള് നമ്മള് ഇങ്ങനെ എന്താണ് തൃശ്ശൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആയിട്ട് തൃശ്ശൂരിൽ നടക്കുന്നത് എന്നതിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഹായ് കൂട്ടുകാരെ, നമ്മുടെ തൃശ്ശൂര് ഇതാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങള് എവിടെ വരെ എത്തിയെന്നൊക്കെ നമ്മൾ കാണാൻ പോവാണ്. അപ്പൊ എല്ലാരും ഒരുങ്ങി അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനു മുമ്പ് നമ്മുടെ വീട്ടില് നമ്മൾ ചെയ്ത ക്രിസ്മസ് ക്രിബ്, അതായത് നമ്മുടെ പുൽക്കൂട് ഇതാണ്. നമ്മളിവിടെ മൊത്തം നമ്മൾ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ചെയ്യും. അതിന് മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എല്ലാം കാണിച്ചു തരാണ് ഇവിടുത്തെ കാഴ്ചകൾ. ചിപ്പൂസ് അവിടെ ഓടി നടക്കുന്നുണ്ട്. നമ്മൾ ഉണ്ണീശോനെ വെച്ചിട്ടില്ല. അത് നമ്മള് രാത്രി 12 മണിയാകുമ്പോഴാണ് 25-ാം തീയതി വെക്കുള്ളൂ. ഞങ്ങള് എന്തായാലും പുറത്തത്തെ കാഴ്ചകൾ കാണാൻ പോവാണ്. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം. ഇന്നിവിടെ ഇസാഫിന്റെ എന്തോ ഇവിടെ പരിപാടി ഉണ്ട്. ഇത് മണ്ണുത്തി ഇസാഫിന്റെ കോർപ്പറേറ്റ് ഓഫീസാണ്. ഇവിടെ എന്തോ ഇതിന്റെ പരിപാടി നടക്കണ കുറെ വണ്ടികൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്താ സംഭവം എന്നൊന്ന് പോയി നോക്കാം. അപ്പൊ നമ്മള് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടക്കാണ്. നമ്മള് ഇവിടെ പാർക്കിംഗ് അടുത്തൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരത്താണ് പാർക്ക് ചെയ്തിരിക്കണേ. ആദ്യം നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടിയില്ല എന്താണ് ഇവിടെ നടക്കണേന്ന്. ലൈറ്റൊക്കെയും കണ്ടു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലായ ഇത് ഇസാഫിൻ്റെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനും ആൾക്കാരെയൊക്കെ നമുക്ക് കാണാനും പറ്റി. അതിൽ സന്തോഷം. അങ്ങനെ അധികം നേരം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം നമ്മുടെ യാത്രാ ഉദ്ദേശം എന്ന് പറയുന്നത് തൃശ്ശൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമ്മൾ പകർത്താൻ വൈകി കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇവിടെ ഒന്ന് കയറി ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊന്ന് പകർത്തിയിട്ട് ഒരു ചായക്കും കുടിച്ച് അങ്ങനെ തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ചിപ്പൂസ് മഞ്ഞും ഞാൻ പച്ചപ്പനിനായ കാരണം പച്ച. ഞങ്ങളുടെ വീട് തൊട്ടടുത്തായതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് നടക്കുമ്പോൾ നമുക്കൊരു ഫീല് വരില്ലേ. അപ്പോൾ ഇവിടെ കുറേ ഗെയിംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരി, എന്തായാലും നമുക്കൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ആ ഗെയിം ഒന്ന് വേറെ എന്തോന്ന് കളിച്ചൊക്കെ. അത് നമ്മളൊരു രസം, എന്തായാലും വന്നാൽ നമുക്കൊരു പാർട്ടിസിപ്പേഷൻ വേണമല്ലോ.
അങ്ങനെ ഗെയിം കളിച്ചു, വിൻ ചെയ്തു. ഞങ്ങൾക്ക് ഇവരുടെ കാർണിവലിക്കുള്ള ഒരു എൻട്രി കൂപ്പണും കൂടി കിട്ടി. എനിക്ക് മാത്രമല്ല, എൻ്റെ ഫാമിലിക്ക് മൊത്തം ഞങ്ങൾ 4 പേരാണ് പോയത്, 4 പേർക്കും കിട്ടി. അപ്പോൾ നമ്മൾ ഇസാഫിലത്തെ പരിപാടി ഇപ്പോൾ നമ്മൾ കണ്ടത്. ക്രിസ്മസ് ആയ കാരണം പലയിടത്തും പല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ തൃശ്ശൂരിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യാത്ര തുടരാണ്. ഇന്ന് ഫുള്ള് നമ്മൾ ഇങ്ങനെ എന്താണ് തൃശ്ശൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആയിട്ട് തൃശ്ശൂരിൽ നടക്കുന്നത് എന്നതിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ ബാക്കി നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ കിഴക്കേ കോട്ടയെത്തി തൃശ്ശൂര്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു കിഴക്കേ കോട്ടയിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഇക്കണ്ടവാരിയ റോഡ്, അവിടെ നമുക്ക് ഒരു ഫുഡ് കോർട്ട് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്തായി, ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ പകർത്താൻ വേണ്ടിയിട്ടാണ് ഈ റോഡിലേക്ക് വന്നത്. ഇവിടുത്തെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ മെയിൻ റോഡുകളിലും നമ്മൾ ലൈറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. ആദ്യം നമുക്ക് ഇവിടുത്തെ ഫുഡ് കോർട്ടും, ഇന്ന് തൊട്ടാണ് ഇവിടെ പല ടീമുകളുടെ എന്താ പറയാ ബാൻഡുകൾ, പല ബാൻഡുകൾ വന്നിട്ട് ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം അതെന്താണെന്നുള്ള ആ കാഴ്ച ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ജോസ് ആലുക്കാസിന്റെ പ്രോപ്പർട്ടി ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇവിടെയാണ് ഈ ഇവന്റ് നടക്കുന്നത്, ഫുഡ് കോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോയി നോക്കാം എന്താണ് ഇവിടുത്തെ സംഭവം എന്നുള്ളത്. കയറുമ്പോ തന്നെ ലൈറ്റുകളുടെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അവിടെ പാർക്കിംഗ് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഇന്നിപ്പോ ആദ്യത്തെ ദിവസമായ കാരണം തിരക്കില്ലാന്ന് തോന്നുന്നു. 22 തീയതി തൊട്ടാണ് ന്യൂ ഇയർ എന്ന് വരയ്ക്കും ഇവിടെ പല പരിപാടികളും ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പല ബാൻഡുകാരും ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് അവർ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ തന്നെയാണ് ഫുഡ് കോർട്ടും ജോസ് ആലുക്കാസിന്റെ പ്രോപ്പർട്ടിയിൽ, അതായത് ഇക്കണ്ടവാരിയ റോഡിൽ. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടത് ഫുഡ് കോർട്ടാണ്. ഇവിടുത്തെ ഇക്കണ്ടവാരിയ റോഡിലുള്ള ഷോപ്പിംഗ് ഫെസ്റ്റിവലിനനുബന്ധിച്ച് നടത്തുന്ന ഫുഡ് കോർട്ട്. പക്ഷെ ഇവിടെ സ്റ്റാളുകളൊന്നും അധികം ആയിട്ടില്ല. ഇവരിപ്പോഴും ന്യൂ ഇയർ വരെയ്ക്ക് ഈ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഇവിടെ ഇഷ്ടമുള്ളവർക്ക് അവര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ പല സ്റ്റാളുകൾ ഇപ്പോഴും വേക്കന്റ് ആണ്. പകുതി മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഇന്ന് ആദ്യത്തെ ദിവസമാണ്, ഇന്ന് തൊട്ടാണ് പരിപാടികൾ തുടങ്ങുന്നത്. അപ്പൊ ഇനി ക്രിസ്മസ് രാത്രിയും ന്യൂ ഇയറും ഒക്കെ ആകുമ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഇവിടെ നല്ല കൂട്ടം വരും. അപ്പൊ അതിനു മുമ്പ് ജസ്റ്റ് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കാണിക്കുകയാണ്.
ന്യൂ ഇയറിനനുബന്ധിച്ച് നമുക്ക് ചെമ്മീൻ ബാൻഡ് നടത്തുന്ന ഒരു പരിപാടി കൂടി ഉണ്ട്. അതിലാണ് ഇത് അവസാനം. അപ്പൊ ആ സമയത്ത് നമുക്ക് എത്താൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ എത്താണെങ്കിൽ നമുക്ക് അത് പകർത്താം. പിന്നെ അടുത്തെങ്ങടാ? അടുത്തത് നമ്മള് തൃശ്ശൂർ റൗണ്ട്. അടുത്ത് നമുക്ക് തൃശ്ശൂർ റൗണ്ട് പോവാം. തൃശ്ശൂർ റൗണ്ട് മാത്രമല്ല, നമുക്ക് ഇവിടുത്തെ MG റോഡ് ഇവിടേക്കും ലൈറ്റ് ഇട്ടിട്ടുണ്ടെന്ന് കേട്ടെ. ക്രിസ്മസിന്റേതായിട്ടുള്ള ഷോപ്പിംഗ് ഫെസ്റ്റിവല് ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് മുതലേ. അപ്പൊ ലൈറ്റുകളൊക്കെ നമ്മുടെ റോഡുകളിലൊക്കെ നിറച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കാഴ്ചകളൊക്കെ കാണാം. ഷോപ്പിംഗ് ഫെസ്റ്റിവല് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇവന്റ്സ്, അതായത് ഇനി തൊട്ട് രാത്രി വൈകിട്ട് ഒരു 5 തൊട്ട് രാത്രി 12 മണി വരെ ഫുള്ള് കടകള് ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു ഇവന്റ്സ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഫുഡ് കോർട്ടില് നമുക്ക് ഹൈ റോഡിലത്തെ കാഴ്ച ഇപ്പൊ നമുക്ക് കാണാം. നമുക്ക് ഹൈ റോഡിലൂടെ എടുത്തിട്ട് നമുക്ക് സർക്കിളിലേക്ക് കിടക്കാം. നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം. ശക്തനത്തെ കാഴ്ചകൾ നമുക്ക് ഒരു റൗണ്ട് അടിച്ച് വന്നിട്ട് നമുക്ക് കാണാം. ഇവിടുന്ന് ലൈറ്റ് തുടങ്ങാണ്. നമ്മുടെ ഹൈ റോഡിലത്തെ ലൈറ്റ് ഇവിടെ നിന്നാണ് തുടങ്ങണത്. ആദ്യത്തെ ദിവസമായാലും നല്ല, ഇപ്പൊ ഇവിടെ ആയാലും ബ്ലോക്ക് വന്നു തുടങ്ങി. നമുക്കിനി മുന്നോട്ടുള്ള ദിവസങ്ങളില് ഈ വഴിയേക്കും പോവാന്ന് പറയണത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബൈക്കിൽ പിന്നെയും വരാം, പക്ഷെ കാറിൽ വന്ന് നമുക്ക് എടുക്കാന്ന് പറയണത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രത്തോളം ട്രാഫിക് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ കാണുന്നത് തൃശ്ശൂര് ഹൈ റോഡിലത്തെ വ്യൂ ആണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ? അടിപൊളി. റൗണ്ടിലേക്ക് എത്തുമ്പോ കിടക്കും. റൗണ്ടില് മിന്നുണ്ട്. ഉണ്ട ബൾബ് ആണ് ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഇവിടുത്തെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ഫുള്ള് പൂക്കളായിരുന്നു. ഈ പ്രാവശ്യം നല്ല വെളിച്ചായി. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഡിസൈൻ കൂടുതലായിരുന്നു. അതായത് കുറച്ച് വെറൈറ്റി ആയിരുന്നു. അതായത് പൂവിന്റെ ഡിസൈൻ പോലെ പല വഴികളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ നമ്മൾ റൗണ്ടിലേക്ക് എത്തി. നമ്മൾ റൗണ്ടിലേക്ക് കയറാണ്. അവിടെ ഇവിടേക്ക് മിന്നി കളിക്കുന്നുണ്ട്. മുമ്പൊക്കെ നമ്മുടെ തൃശ്ശൂർ റൗണ്ട് ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ തിരക്കൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ ന്യൂ ഇയർ വരയ്ക്കും നല്ല തിരക്കായിരിക്കും. മെയിനായിട്ട് ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലുള്ള കാരണമാണ്. കാരണം പോലീസ് ചെക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം 12 മണി വരെ നമുക്ക് പരിപാടികളൊക്കെ ഉണ്ടാവും. ഇവിടെ എവിടെയെങ്കിലും ഓരോ ഇവന്റ്സ് അവർ കണ്ടക്ട് ചെയ്തോണ്ടിരിക്കും. 12 മണി വരെ ഫ്രീ ആയിട്ട് നടക്കാം ഇവിടെ. സാധാരണ ഒരു 8 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ കടകളൊക്കെ അടച്ചു പൂട്ടും. 8 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കൂര ഇരുട്ടാവും. ഇപ്പൊ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ചപ്പോ നമുക്ക് 12 മണി വരെ ഇവിടെ ഫുൾ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണ്. നമുക്കൊരു റൗണ്ട് അടിച്ചിട്ട് നമുക്ക് അടുത്തത് ഈ വഴിക്ക് പോവാം അല്ലേ? റൗണ്ട് അടിച്ചുകൊണ്ട് ഏത് വഴി പോകണ്ട? പാറമ്പകാവ്. ആ റോഡിന്റെ പേര് എന്തായിരുന്നു? പാലസ് റോഡ്. നമുക്കൊരു റൗണ്ട് തിരിട്ട് പാലസ് റോഡ് വഴി നമുക്ക് അടുത്ത കാഴ്ചകള് നമുക്ക് കാണാം. ഇപ്പൊ റൗണ്ടിൽ ഫുള്ള് ഇതുപോലത്തെ ഉണ്ട ബൾബുകളാണ് ഇട്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം ഏതാ? ഇപ്പൊ നമുക്ക് ഫ്ലവർ ഷോയും നടക്കുന്നുണ്ട്. ഇന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഫ്ലവർ ഷോയും. ഫ്ലവർ ഷോ നോക്കി ഇവിടെ കുറച്ച് സ്പീഡായിട്ട് ലൈറ്റുകൾ മിന്നണേ. ഇത് നല്ല രസമുണ്ടല്ലേ? ഫ്ലവർ ഷോ ഇവിടെയാട്ടാ. ഈ വെള്ള ലൈറ്റുകൾ കത്തുന്ന ഭാഗത്താണ് ഫ്ലവർ ഷോ നടക്കുന്നത്. പാർക്കിനോട് ചേർന്നിട്ട്. പാർക്ക് നമ്മുടെ തൃശ്ശൂർ പാർക്ക്, പാർക്കിൽ നെഹ്റു പാർക്കിന്റെ സൈഡിലാണ് നമ്മുടെ ഫ്ലവർ ഷോ നടക്കുന്നത്.
എന്താണെന്ന് അറിയില്ല. മുനിസിപ്പൽ സ്റ്റാൻഡിലും കോർപ്പറേഷൻ ഓഫീസ് വരെയാണ് ലൈറ്റ് കത്തണുള്ളൂ. ബാക്കിയുള്ള ലൈറ്റൊക്കെ ആദ്യത്തെ ദിവസം അടിച്ചു പോയാവും. ഇവിടുത്തെ ലൈറ്റുകൾ കാണാൻ ഇതുണ്ട്, പക്ഷെ കൊറേ ലൈറ്റുകളൊന്നും കത്തണില്ല കേട്ടാ. ഫസ്റ്റ് ഡേ ആയാലും ഇത് ഫസ്റ്റ് ഡേ എന്നല്ല ശരിക്ക്, അതായത് പരിപാടികൾ നടക്കണതിന്റെ ഫസ്റ്റ് ഡേ ആണ്. പക്ഷെ അന്ന് തന്നെ നമുക്ക് ലൈറ്റുകളൊന്നും അധികം ഒന്നും കത്തണ കാണാനില്ല ഇവിടെ. അപ്പൊ തൃശ്ശൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് കിട്ടി. കാരണം ഇപ്പൊ സമയം 10 മണി ജസ്റ്റ് കഴിഞ്ഞുള്ളൂ, 10:05 ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് ലൈറ്റുകളൊക്കെ ഇവിടെ പല സ്ഥലത്തും ഓഫായി. കെട്ടുപോയതാണോ അതോ കെടുത്തിയതാണോ എന്ന് അറിയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കാരണം സത്യം പറഞ്ഞ് എനിക്ക് വലിയ ഗുമ്പൊന്നും തോന്നിയില്ല ഈ പ്രദേശത്തെ ലൈറ്റൊന്നും. പിന്നെ റൗണ്ട് കുഴപ്പമില്ല. പിന്നെ MG റോഡ്, സെന്റ് തോമസ് കോളേജ് റോഡ്, പിന്നെ കോർപ്പറേഷൻ ഓഫീസിൽ പക്ഷെ നമ്മള് റൗണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കോർപ്പറേഷൻ ഓഫീസ് വരെയാണ് നമ്മൾ ലൈറ്റ് കത്തിക്കേണ്ടത്. ബാക്കിയുള്ള ലൈറ്റുകളൊക്കെ കെട്ടിയിരിക്കുകയാണ്. അത് ഓഫ് ചെയ്താണോ അതോ കത്താത്തതാണോ എന്താണെന്ന് അറിയില്ല. പിന്നെ റൗണ്ടിലും കയറുമ്പോഴും കുറച്ച് ലൈറ്റ് കത്തിയായിരുന്നത് ഓഫ് ചെയ്തായിട്ട് നമ്മളൊരു 10 മണിയായപ്പോൾ കണ്ടു. ഇന്ന് തൊട്ട് അവർ രാത്രി 12 മണി വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് തൃശ്ശൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 22-ാം തൊട്ട് സജീവാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് റൗണ്ട് അടിച്ചത്. അപ്പൊ ഇങ്ങനെ കണ്ടു. പിന്നെ ഫുഡ് കോർട്ടിലത്തെ പരിപാടികളുണ്ട്. ഫുഡ് കോർട്ടിൽ ഇനിയും സ്റ്റാളുകൾ വരാനുണ്ട്. അപ്പൊ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴേക്കും അത് നിറയും. എന്തായാലും ഇതിനേക്കാളും കൂടുതൽ ലൈറ്റുകൾ നമ്മുടെ എവിടെയല്ലേ, നമ്മുടെ വീട്ടിലാ. അപ്പൊ നാളെ കരോളാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങള് കാണിക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങളും. പിന്നെ ക്രിസ്മസിന് ഞങ്ങള് ഇതുപോലെ ഒരു റൗണ്ട് അടിക്കുന്നുണ്ട്. അത് കൂടുതൽ ക്രിബ്, പിന്നെ കൂടുതൽ ലൈറ്റ് ഷോസ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച്, അതായത് ക്രിസ്മസിന്റെ രാത്രിന്റെ ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഞങ്ങള് കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. അപ്പൊ ചിപ്പു സാർ സൈൻ ഓഫ് ചെയ്തോ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നാളത്തെ കരോളിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ബൈ. ഇത് സ്റ്റൈൽ തന്നെ സൈക്കിളാ